ന്യൂട്ടൺ ബുള്ളറ്റുകൾ എന്ന ഈ പുസ്തകം വാസ്തവത്തിൽ നമ്മുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഒരു കാലത്ത് വളരെ സജീവമായി നാം കൊണ്ടു നടന്നിരുന്ന ചില ആശയങ്ങളെയും ചില അടിസ്ഥാന വിഷയങ്ങളെയും വീണ്ടും നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പുസ്തകമാണ്. ഞാനിതിങ്ങനെ പറയുന്നത് ബോധപൂർവം തന്നെയാണ്. കാരണം ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കും മാർക്സിസ്റ്റുകൾക്കുമൊക്കെ അവരുടെ രാഷ്ട്രീയ ബോധ്യങ്ങൾ പ്രാഥമികമായി തുടങ്ങുന്നത് തന്നെ സാർവദേശീയമായ അവസ്ഥകളെക്കുറിച്ചുള്ള തിരിച്ചറിവുകളിൽ നിന്നും അതിനെ മുൻനിർത്തിയുള്ള ആലോചനകളിൽ നിന്നുമാണ്. ഇപ്പോഴും ഔപചാരികമായെങ്കിലും ആ ഒരു ക്രമം നാം കൈവിട്ടിട്ടുമില്ല. പക്ഷേ കഴിഞ്ഞ 1-2 പതിറ്റാണ്ടിനിടയിൽ ലോകത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ഇത്തരത്തിലുള്ള സാർവദേശീയ സാഹോദര്യത്തിൻ്റെയും സാർവദേശീയമായ ഐക്യബോധത്തിൻ്റെയും ആശയാവലികളെ ഉയർത്തിപ്പിടിക്കാൻ പ്രയാസകരമായ രീതിയിലേക്ക് ലോകത്തിൻ്റെ ക്രമം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ലളിതമായി പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ ബൂർഷ്വാ ജനാധിപത്യത്തിൻ്റെ തന്നെ ഉള്ളടക്കം വളരെ വളരെ പരിമിതമായി തീരുകയും ജനാധിപത്യത്തിൻ്റെ സ്ഥാപന സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫാഷിസം മിക്കവാറും അധികാരം കൈയാളുന്ന സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തൊരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അത് തുർക്കിയുടെ അനുഭവമായാലും ബ്രസീലിൻ്റെ അനുഭവമായാലും ഇന്ത്യയുടെ അനുഭവമായാലും ലോകത്തിൻ്റെ പല കോണുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യം എന്നത് ഒരു ഔപചാരികമായ യുക്തി മാത്രമായി അവശേഷിക്കുകയും മറ്റെല്ലാം തന്നെ അതിൽ നിന്ന് ചോർന്നു പോവുകയും ഫാഷിസം അതിനുള്ളിലൂടെ തന്നെ വികസിച്ച് വരികയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ്. അത്തരമൊരു സ്ഥിതിവിശേഷം രൂപപ്പെടുന്നതോടെ ലോകമെമ്പാടുമുള്ള ജനാധിപത്യവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്കണ്ഠകളിലൊന്നായി താന്താങ്ങളുടെ നാടുകളിലെ ജനാധിപത്യ പോരാട്ടങ്ങളെ പിന്തുണയ്ക്കുക, ആ ജനാധിപത്യ പോരാട്ടങ്ങളെ ശക്തിപ്പെടുത്തുക, അതിനുവേണ്ടി സമ്പൂർണമായി സ്വയം സമർപ്പിക്കുക എന്നതിലേക്ക് പരിണമിക്കുകയും ഒരുപക്ഷെ സാർവദേശീയമായ സോഷ്യലിസ്റ്റ് സമൂഹ നിർമ്മാണത്തെക്കുറിച്ചോ ആഗോള സാമ്രാജ്യത്വത്തിനെതിരായ പോരാട്ടത്തെക്കുറിച്ചോ ഒക്കെയുള്ള ഉടനടിയുള്ള ആലോചനകൾ പലപ്പോഴും ദുർബലമായി തീരുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. 1990-കൾക്ക് ശേഷം പടിപടിയായി വികസിച്ചു വന്ന വലതുപക്ഷവൽക്കരണത്തിൻ്റെ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഫാസിസ്റ്റ് വൽക്കരണത്തിൻ്റെ ആധിക്യം വാസ്തവത്തിൽ സാർവദേശീയമായ ഈ ഐക്യബോധത്തെ ആണ് ഏറ്റവും കൂടുതൽ ദുർബലപ്പെടുത്തിയത്. അതുകൊണ്ട് ഇന്ന് മുൻകാലങ്ങളിൽ എന്ന പോലെ സാർവദേശീയ ആശയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ആലോചനകളും അതിനെ മുൻനിർത്തുന്ന വിശദീകരണങ്ങളുമൊക്കെ നമ്മുടെ രാഷ്ട്രീയ കാര്യ പരിപാടിയിൽ തന്നെ പലപ്പോഴും ലഘുവായി തീരുകയും മുമ്പിലുള്ള ഭീമാകാരമായൊരു രാഷ്ട്രീയ ശത്രുവിനോട് ഏറ്റുമുട്ടുക എന്നത് ഒന്നാം സ്ഥാനത്തെത്തുന്നതോടെ ഈ ലോക സാമ്രാജ്യത്വം കഴിഞ്ഞ 3-4 നൂറ്റാണ്ടുകൾ കൊണ്ട് കൊളോണിയലിസവും പിന്നീട് അതിൻ്റെ പലമാതിരിയുള്ള വികസിത രൂപങ്ങളും സാമ്രാജ്യത്വവും ഒക്കെ ചെയ്ത കൊടിയ ക്രൂരകൃത്യങ്ങളെക്കുറിച്ചുള്ള ഒരുപക്ഷെ രാഷ്ട്രീയ വിമർശനം ദുർബലമാവുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത്. ഇതിവിടെ മാത്രമുള്ളതല്ല. ജനാധിപത്യത്തിൻ്റെ മറപറ്റി ഫാഷിസ്റ്റ് ശക്തികൾ ഉദയം ചെയ്യുന്നത് ലോകത്തിൻ്റെ പലയിടങ്ങളിലും നമ്മൾ കാണുന്നു. പാരീസിനെ പോലെയോ ഇറ്റലിയെ പോലെയോ ജർമ്മനിയെ പോലെയോ ഒക്കെയുള്ള ഇടങ്ങളിൽ തന്നെ നവഫാസിസ്റ്റുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ശക്തിയായി ഉയർന്നു വരുന്നു. ബോൾസനാരോയെ പോലെ ഫാഷിസ്റ്റ് സ്വഭാവം സമ്പൂർണമായി പ്രകടിപ്പിക്കുന്ന നേതാക്കൾ, സർവാധിപതികളായ നേതാക്കൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ അധികാരത്തിലെത്തുന്നു. അങ്ങനെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് വലിയ തിരിച്ചടി നേരിട്ട ഒരു കാലമാണ് പൊതുവെ പറഞ്ഞാൽ കഴിഞ്ഞ 1-1.5-2 പതിറ്റാണ്ടുകൾ എന്നത്. ഇത് ഏറ്റവും പ്രാഥമികമായി ദുർബലപ്പെടുത്തിയത് ആഗോള തൊഴിലാളി വർഗത്തിൻ്റെ സാഹോദര്യ ബോധത്തെയും സാർവദേശീയമായ ഒരു ഐക്യത്തെയുമാണ് എന്ന് പറയാം.
അങ്ങനെ ഒരു ഘട്ടത്തിൽ വാസ്തവത്തിൽ നാം മറന്നുകൂടാത്ത കിരാതമായ കടന്നാക്രമണങ്ങളുടെ സുദീർഘമായ ഒരു ചരിത്രത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പുസ്തകമായിട്ടാണ് വിജയപ്രസാദിൻ്റെ ഈ പുസ്തകം വരുന്നത്. ഈ പുസ്തകത്തിലൂടെ നിങ്ങൾ കടന്നുപോയാൽ ഇതിൽ പ്രതിപാദിക്കുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ കഴിഞ്ഞ 10-40 വർഷക്കാലം രാഷ്ട്രീയം പിന്തുടർന്നിരുന്ന ആളുകളുടെ ഓർമ്മയിലുള്ളതാണ് എന്ന് മനസ്സിലാവും. ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരിക്കുന്ന കാലത്ത് 80കളിലാണ് നിക്കോലാർ പാർറയെ കുറിച്ചും സെസാർ വയഹോവനെ കുറിച്ചും അമിൽ കബ്രാളിനെ കുറിച്ചും അല്ലെങ്കിൽ ഫ്രാൻസ് ഫാനനെ കുറിച്ചും ഒക്കെ വായിക്കുകയും ഈ എങ്ങനെയാണ് ഒരു മൂന്നാം ലോക വിമോചനം എന്ന് പറയുന്നത് അതിൻ്റെ സാമൂഹികവും സൈദ്ധാന്തികവും രാഷ്ട്രീയവും സാംസ്കാരികവും ഒക്കെയായ തലങ്ങളിൽ അരങ്ങേറുക എന്നതിനെക്കുറിച്ച് അവരുന്നയിച്ച ആശയങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്തത്. ഈ പുസ്തകത്തിൽ തന്നെ ആദ്യ ഭാഗത്ത് ഉദ്ധരിച്ചു ചേർത്തിട്ടുള്ള വരികളൊക്കെ അന്ന് ഞങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടന്ന വരികളായിരുന്നു. സ്വാതന്ത്ര്യം ഒരു പ്രതിമ മാത്രമായ അമേരിക്ക എന്ന സച്ചിദാനന്ദൻ ട്രാൻസ്ലേറ്റ് ചെയ്ത പാർറയുടെ വരികളൊക്കെ അക്കാലത്ത് വളരെ വളരെ കൂടുതൽ എഴുതപ്പെടുകയും ചുമരുകളിലൊക്കെ ആവേശപൂർവ്വം എഴുതി വയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലം ഈ പുസ്തകം വായിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലും വരികയുണ്ടായി. അതുകൊണ്ട് ഈ പുസ്തകത്തിലെ വസ്തുതകൾ തീർത്തും പുതിയതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ വസ്തുതകളെ നമ്മുടെ ഓർമ്മയിലേക്ക് വീണ്ടും കൊണ്ടുവരികയും ഇന്നും അവസാനിക്കാതെ തുടരുന്ന സഖാവ് സി എൻ മോഹൻ ഇവിടെ പറയുണ്ടായി എങ്ങനെയാണ് തൈവാനും ചൈനയ്ക്കും ഇടയിലുള്ള കടലിടുക്കൽ അമേരിക്കയുടെ യുദ്ധവാഹിനി കപ്പൽ ഇന്ന് പെട്രോളിംഗ് നടത്തുന്നത്, എങ്ങനെയാണ് അവിടെ ഒരു യുദ്ധാന്തരീക്ഷത്തിലേക്ക് അത് വികസിച്ചു വരുന്നത് എന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ നിലയിൽ ലോകത്തെ എമ്പാടും തന്നെ യുദ്ധോത്സുകമാക്കി നിലനിർത്തുകയും സാമ്രാജ്യവിരുദ്ധമായി വികസിച്ചു വരുന്ന ജനകീയമായ എല്ലാ മുൻകൈകളെയും പല നിലകളിൽ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന, അതേസമയം മറുഭാഗത്ത് ജനാധിപത്യത്തെക്കുറിച്ച് ഉദാരതയെക്കുറിച്ച് മതസാഹോദര്യത്തെക്കുറിച്ച് ഒക്കെ സംസാരിക്കുകയും ചെയ്യുന്ന സാമ്രാജ്യത്വത്തിൻ്റെ വർത്തമാനകാല സന്ദർഭത്തിൽ അതിൻ്റെ കിരാതമായ ഒരു ഭൂതകാലത്തെ എത്രയും വിശദാംശങ്ങളോടെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ദൗത്യം. ഒരർത്ഥത്തിൽ അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഓർമ്മ വളരെയേറെ രാഷ്ട്രീയ മൂല്യമുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് അറിയാവുന്നതുമാണ്. 20ാം നൂറ്റാണ്ടിലെ വലിയ എഴുത്തുകാരിലൊരാൾ പറയുന്ന ഒരു വാക്യം, ദുരധികാരത്തിനെതിരായിട്ടുള്ള മനുഷ്യവംശത്തിൻ്റെ സമരം എന്നത് മറവിക്കെതിരായിട്ടുള്ള ഓർമ്മകളുടെ സമരമാണ് എന്നാണ്. അങ്ങനെ ഒരുപക്ഷെ ആ മറവിയിലേക്ക് പതിയെ പിൻവാങ്ങുന്ന ഈ സാമ്രാജ്യ അധിനിവേശത്തിൻ്റെ നാനാതരത്തിലുള്ള കാടത്തങ്ങളെ, കിരാതത്വത്തെ നമ്മുടെ ഓർമ്മയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന, ഇപ്പോഴും തുടരുന്ന അധിനിവേശ രൂപങ്ങളെക്കുറിച്ച് വിശദമായി നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ഇത്. ഞാനിതിൻ്റെ പുസ്തകം വിശദമായിട്ട് പരിചയപ്പെടുത്തി പ്രസാദ് സംസാരിക്കുമെന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടന്ന് പറയുന്നില്ല. ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയണം എന്നെനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ആമുഖത്തിൽ ഇവോ മൊറേൽസ് എഴുതുന്ന ഒരു വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. തങ്ങൾ നിശ്ചയിക്കുന്ന അതിരുകൾക്കും തങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾക്കും അനുസൃതമായിട്ടാണ് കൊളോണിയലിസം എക്കാലത്തും പുരോഗതി എന്ന ആശയത്തെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നാം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വാസ്തവത്തിൽ ഇത് പുതിയ കാര്യമൊന്നുമല്ല. മാനിഫെസ്റ്റോയിൽ മാർക്സ് എഴുതുന്ന മനോഹരമായ വാക്യം, ബൂർഷ്വാസി സ്വന്തം മാതൃകയിലാണ് ലോകം സൃഷ്ടിക്കുന്നത് എന്ന്. അതുകൊണ്ട് ബൂർഷ്വാസി മനുഷ്യവംശം എന്ന് പറയുമ്പോഴോ മാനവികത എന്ന് പറയുമ്പോഴോ മനുഷ്യൻ എന്ന് പറയുമ്പോഴോ ലോകമെമ്പാടുമുള്ള മനുഷ്യരതിൽ ഉൾപ്പെടുന്നില്ല. മറിച്ചൊരു ബൂർഷ്വാ മനുഷ്യനാണ്, ബൂർഷ്വാ നാഗരികതയാണ്, അതിൻ്റെ മൂല്യങ്ങളാണ് ഉൾപ്പെടുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ സ്വന്തം മാതൃകയിൽ ലോകത്തെ പടുക്കുകയും അങ്ങനെ പടുക്കുന്നതിന് വേണ്ടിയിട്ട് മൂലധനത്തെ സാർവത്രികമായ ഊർജത്തോടെ കെട്ടഴിച്ചു വിടുകയും മൂലധനത്തിൻ്റെ പടവാച്ചിൽ എല്ലാ അതിരുകളെയും മാച്ചു കളയുകയും ചെയ്യുന്ന, എല്ലാ മൂല്യങ്ങളെയും റദ്ദാക്കുന്ന, മാർക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നഗ്നമായ അണാപ്പൈ ബന്ധമല്ലാതെ മറ്റൊന്നും ബാക്കി നിൽക്കാത്ത, ഖരമായതൊക്കെ ആവിയായിത്തീരുന്ന ഒരു പുതിയ അന്തരീക്ഷത്തെ മൂലധന രൂപപ്പെടുത്തുന്നു എന്ന് 48-ൽ മാർക്സ് എഴുതുന്നു. 1848-ൽ മാർക്സ് എഴുതുന്നു. ഏതാണ്ട് 170 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട ആ വാക്യം ഇവോ മൊറേൽസിന്റെ ഈ ആശയത്തിൽ പിന്നെയും
വരുന്നുണ്ട്. കൊളോണിയലിസം പുരോഗതിയെ നിർമ്മിക്കുന്നത് തങ്ങൾ നിശ്ചയിക്കുന്ന അതിരുകൾക്കും തങ്ങളുടെ താല്പര്യങ്ങൾക്കും ഉള്ളിലാണ്. വാസ്തവത്തിൽ സാമ്രാജ്യത്വം, ഈ മൊറേൽസ് പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് സാമ്രാജ്യാധികാരം, രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം സാമ്രാജ്യത്വം പലതരത്തിലുള്ള പ്രചാരവേലകൾ നടത്തുകയുണ്ടായി അടിസ്ഥാന ജനാധിപത്യത്തെ തകർക്കുന്നതിന് വേണ്ടി. ഇപ്പൊ ലോകത്തെ വലിയ മാർക്സിസ്റ്റ് ചിന്തകനായിരുന്ന സമീർ അമീൻ, അദ്ദേഹത്തിന്റെ മരണത്തിന് കുറച്ചു കാലം മുമ്പ് ന്യൂ ലെഫ്റ്റ് റിവ്യൂവിന് നൽകിയ ഒരു പ്രധാനപ്പെട്ട അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ലോകത്ത് ബൂർഷ്വാസി 2 മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നുണ്ട്. ഒന്ന് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യമാണ്, അത് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നതാണ്. മറ്റൊന്ന് അമേരിക്കൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യമാണ്. അദ്ദേഹം പറയുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി എന്നതാണെങ്കിലും ഈ ലിബർട്ടിയോടൊപ്പം ഇക്വാലിറ്റിയെയും ഫ്രറ്റേണിറ്റിയെയും ഉൾക്കൊള്ളിക്കാനായിട്ട് ബൂർഷ്വാസിക്ക് സ്വയമേവ കഴിയില്ല. കാരണം സ്വാതന്ത്ര്യത്തോടൊപ്പം സമത്വവും സാഹോദര്യവും ഉൾച്ചേർത്ത് കഴിഞ്ഞാൽ അത് അന്തിമമായി റദ്ദാക്കുക ബൂർഷ്വാസിയെ തന്നെയാണ്. അതുകൊണ്ട് ബൂർഷ്വാസി വിളിച്ച മുദ്രാവാക്യമാണെങ്കിലും ബൂർഷ്വാസി മുന്നോട്ട് വെച്ച മുദ്രാവാക്യമാണെങ്കിലും അതിനെ നടപ്പാക്കാൻ ബൂർഷ്വാസിക്ക് സ്വയമേവ കഴിയില്ല. കാരണം ബൂർഷ്വാസിയുടെ പ്രാരംഭഘട്ടത്തില്, അതിൻ്റെ വിപ്ലവകരമായ ഊർജ്ജസ്വലതയുടെ ഘട്ടത്തില് മുദ്രാവാക്യമാണ് ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി എന്നത്. തുടർന്ന് സമീർ അമീൻ പറയുന്നത് ബൂർഷ്വാസി അതുകൊണ്ട് നടപ്പിലാക്കിയത് മറ്റൊരു മുദ്രാവാക്യമാണ്, അത് അമേരിക്കൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യമാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി എന്നതാണ്. സ്വാതന്ത്ര്യം എന്തിനുള്ള സ്വാതന്ത്ര്യമാണ്? അത് സമത്വത്തിനുള്ള സ്വാതന്ത്ര്യമല്ല, സാഹോദര്യത്തിനുള്ള സ്വാതന്ത്ര്യമല്ല, സ്വത്തുടമസ്ഥതയ്ക്കുള്ള സ്വാതന്ത്ര്യമാണ്. ഇന്നും ലോകത്ത് ബൂർഷ്വാ ഭരണകൂടങ്ങൾക്ക് കീഴിൽ മുതലാളിത്ത സംവിധാനങ്ങൾക്കുള്ളിൽ ആധുനികത എന്ന് നാം മനസ്സിലാക്കി വരുന്ന ലോകക്രമത്തിനുള്ളിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വത്ത് സമ്പാദനത്തിനുള്ള എല്ലാ വ്യക്തികളുടെയും ഔപചാരിക സ്വാതന്ത്ര്യത്തിന് അപ്പുറത്തേക്ക് സമത്വത്തെയോ സാഹോദര്യത്തെയോ സ്വാതന്ത്ര്യവുമായി ബന്ധിപ്പിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. ബൂർഷ്വാസി അതിന് തയ്യാറുമല്ല. ഈ അട്ടിമറി വാസ്തവത്തിൽ ആധുനികത ജന്മം നൽകുമായിരുന്ന ഒരു മാർസെല്ലാം വിഭാവനം ചെയ്ത ജ്ഞാനോദയത്തെയും സാർവദേശീയത തുടങ്ങിയ ജ്ഞാനോദയത്തിന്റെ മഹാമൂല്യങ്ങൾ, ആ മഹാമൂല്യങ്ങളെ അകമേ അട്ടിമറിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ മുതലാളിത്തം ആധുനികതയെ വിഴുങ്ങിയതും ആധുനികത തന്നെ മുതലാളിത്ത ആധുനികതയായി തീർന്നതും. സമീർ അമീൻ പറയുന്നുണ്ട്, സാർവദേശീയത എന്ന് പറഞ്ഞത് ബൂർഷ്വാസിയാണ്, പക്ഷെ ബൂർഷ്വാസി നടപ്പിലാക്കിയ സാർവദേശീയത എന്താണ്? യൂണിവേഴ്സലിസം അല്ല, കൊളോണിയലിസമാണ്. ബൂർഷ്വാസിയുടെ നേതൃത്വത്തിൽ മുൻകൈയിൽ സാർവദേശീയത നടപ്പിലായത് ആഫ്രോ ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ മുഴുവൻ കോളനികളായി വെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് കൊള്ള മുതൽ കടത്തിക്കൊണ്ടുവന്ന് ആ കൊള്ള മുതലിന്റെ മുകളിൽ തങ്ങളുടെ ഒരു നാഗരികത കെട്ടിപ്പടുക്കുക എന്ന യുക്തിയിലാണ്. അതുകൊണ്ടാണ് മാർക്സ് അമേരിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരായ യുദ്ധത്തെക്കുറിച്ച് എഴുതുന്ന സമയത്ത് മാർക്സ് എഴുതുന്ന മർമ്മസ്പർശിയായ ഒരു വാക്യം ഇതാണ്: കറുത്ത തൊലിയിലെ അധ്വാനം ബന്ധിതമായിരിക്കുന്നിടത്തോളം കാലം വെളുത്ത തൊലിയിലെ അധ്വാനം വിമോചിതമാകില്ല എന്നത്. മാർക്സിന്റെ പിൽക്കാല പഠനങ്ങളിലാണ് ഇത് വരുന്നത്. 1870-കൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ എത്നോഗ്രാഫിക്കൽ സ്റ്റഡീസിലാണ് ഈ വർണ്ണവിവേചനത്തെയും വംശീയതയെയും ഒക്കെ കുറിച്ചുള്ള മാർക്സിന്റെ വലിയ ആലോചനകൾ വികസിച്ചു വരുന്നത്. അമേരിക്കൻ ആഭ്യന്തര കലാപത്തിന്റെ സമയത്ത് മാർക്സ് എബ്രഹാം ലിങ്കന് കത്തയക്കുകയും നിങ്ങൾ നടത്തുന്ന വിപ്ലവം യൂറോപ്പിലെ തൊഴിലാളി വർഗ വിപ്ലവ മുന്നേറ്റത്തിന്റെ അടിസ്ഥാനപരമായ ഉദ്ഘാടന സന്ദർഭമാണ് എന്ന് അദ്ദേഹം പരാമർശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ലാറ്റിൻ അമേരിക്കൻ രൂപങ്ങളുണ്ട്, തദ്ദേശീയ ജനവംശങ്ങളെ കൂട്ടക്കൊല ചെയ്തതിന്റെ ചരിത്രമുണ്ട്. ഇങ്ങനെ എത്രയോ പ്രതലങ്ങളിൽ മനുഷ്യവിരുദ്ധതയുടെ ഒരു ഭീമാകാര രൂപം എന്ന നിലയിലാണ് സാമ്രാജ്യത്വം നിലനിന്ന് പോന്നിട്ടുള്ളത്. ഈ സാമ്രാജ്യത്വമാണ്, ഞാൻ അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങൾ ഇവിടെ പ്രതിപാദിക്കാൻ മുതിരുന്നില്ല. വാസ്തവത്തിൽ ഇതുവരെയുള്ള മനുഷ്യവംശത്തിന്റെ ചരിത്രം എടുത്താൽ സാമ്രാജ്യത്വം കൊല ചെയ്തിടത്തോളം, 1-2 ലോകമഹായുദ്ധങ്ങൾ, ഫാഷിസ്റ്റ് തടവറകൾ, ചെറുതും വലുതുമായ അധിനിവേശങ്ങൾ, ഇതിലൂടെ കൊല ചെയ്യപ്പെട്ടിടത്തോളം, ഇതിലൂടെ ഉണ്ടായിടത്തോളം മാരകമായ നാശനഷ്ടങ്ങൾ, യാതനകൾ മനുഷ്യവംശം മറ്റൊരു ഘട്ടത്തിലും അനുഭവിച്ചിട്ടില്ല. കഴിഞ്ഞ 1.5 നൂറ്റാണ്ട് കൊണ്ട് മനുഷ്യവംശം ഈ സാമ്രാജ്യത്വ ശക്തികളിൽ നിന്ന് നേരിട്ട യാതനകളോളം. പക്ഷെ അതേ സാമ്രാജ്യത്വമാണ് നമുക്ക് മനുഷ്യാവകാശത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ജനാധിപത്യത്തെക്കുറിച്ചോ ഉള്ള ആശയാവലികളെ കുറിച്ച് നിരന്തരം നമ്മോട് സംസാരിക്കുന്നത് എന്ന വൈചിത്ര്യത്തിന്റെ നടുവിലാണ്
നാം നിൽക്കുന്നത്. അതാകട്ടെ പതിയെ പതിയെ ശക്തിപ്പെട്ടു വരികയും ഇന്ന് ലോകമെമ്പാടും നാം കാണുന്ന ഒരു പ്രതിഭാസം ഫാഷിസത്തെക്കുറിച്ചുള്ള മുസോളിനിയുടെ പ്രബലമായ വിശദീകരണത്തിന് ചേർന്ന് പോകുന്ന മട്ടിൽ, ഫാഷിസത്തെ മുസോളിനി വിശദീകരിച്ചത് അതിതീവ്ര ദേശീയത എന്നോ അക്രമോത്സുകമായ മതാത്മകത എന്നൊന്നുമല്ല. മുസോളിനി വിശദീകരിച്ചത് മൂലധന താല്പര്യങ്ങളും ഭരണകൂടവും തമ്മിലുള്ള സമ്പൂർണമായ ഐക്യമാണ് ഫാഷിസം എന്നാണ്. ഈ സമ്പൂർണ്ണ ഐക്യത്തിന്റെ അടയാളങ്ങൾ നമ്മൾ ലോകത്തിന്റെ പല കോണുകളിൽ കാണുന്നു. നമ്മുടെ നാട്ടിൽ നാം അതിനെ ഏറ്റവും നഗ്നമായ രൂപത്തിൽ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സാമ്രാജ്യത്വം എന്നത് മുതലാളിത്ത പ്രതിസന്ധിയുടെ ഒരു സവിശേഷ സന്ദർഭത്തിൽ ഫാഷിസത്തിലേക്ക് തിരിയുമെന്നതിനെ ഒരുപക്ഷെ ഇന്ന് സാമ്രാജ്യത്വ പ്രതിസന്ധിയുടെ സവിശേഷ സന്ദർഭത്തിൽ മാത്രമല്ല, മൂലധനത്തിന്റെ താല്പര്യങ്ങളെ സമ്പൂർണമായി ഏറ്റെടുത്ത് നടപ്പിലാക്കുക എന്ന ഫാഷിസത്തിന്റെ അടിസ്ഥാന തത്വത്തെ സാമ്രാജ്യത്വ ശക്തികൾ ഏറ്റെടുക്കുന്ന, അതിൻ്റെ നിർവാഹകം ശക്തികളായി സ്വയം പരിണമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഈ പുസ്തകത്തെക്കുറിച്ച്, ഈ പുസ്തകം നമ്മുടെ മുമ്പിൽ എത്തുന്നത്. നിശ്ചയം മൊറേൽസ് പറയുന്നുണ്ട്, സാമ്രാജ്യത്വ ശക്തികൾ കഴിഞ്ഞ അരമുക്കാൽ നൂറ്റാണ്ടിനിടയിൽ പലതരം വാദങ്ങൾ ഉന്നയിച്ചു. ഒരു ഘട്ടത്തിൽ അത് ശീതയുദ്ധം എന്ന പേരിൽ കമ്മ്യൂണിസത്തിനെതിരെ എന്ന പേരിൽ യുദ്ധം നയിച്ചു, പിന്നീട് മയക്കുമരുന്നിനെതിരെ എന്ന പേരിൽ യുദ്ധം നയിച്ചു, പിന്നീട് കുടിയേറ്റത്തിനെതിരെ എന്ന പേരിൽ നയിച്ചു. ഇപ്പോഴാകട്ടെ ഭീകരവാദത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇതെല്ലാം തന്നെ വ്യാജങ്ങളാണ് എന്ന് നമുക്കറിയാം. ഇപ്പൊ ഭീകരവാദത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. താലിബാനെ വളർത്തിയതോ ഇവൻ സദ്ദാം ഹുസൈനെ പോലെ ഒരാളെ തന്നെ ഒരു ഘട്ടത്തിൽ വലിയ തോതിൽ പിന്തുണച്ചതോ അല്ലെങ്കിൽ മധ്യേഷ്യയിലെ തന്നെ സമാധാനത്തെ മുഴുവൻ തകിടം മറിക്കുന്ന മട്ടിൽ അവിടെ സിയോണിസ്റ്റുകൾക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകി കഴിഞ്ഞ 60-70 കൊല്ലമായിട്ട് അറബ് രാഷ്ട്രീയത്തെ കലാപകലുഷിതമാക്കി നിലനിർത്തുന്നതോ ഒക്കെ സാമ്രാജ്യത്വത്തിന്റെ മൂലധന താല്പര്യങ്ങളും പ്രകടമായി പറഞ്ഞാൽ ആയുധ കച്ചവടത്തിന്റെ താല്പര്യങ്ങളുമാണ് എന്ന് നമുക്കറിയാം. ഇങ്ങനെ ലോകത്തെ ഒരു കശാപ്പ് ശാലയാക്കി മാറ്റിക്കൊണ്ട് ഒരു ഭാഗത്തും, മറുഭാഗത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മായൻ സംസ്കാരമോ അല്ലെങ്കിൽ തദ്ദേശീയ ജനസമൂഹങ്ങളുടെ വിജ്ഞാന വൈഭവങ്ങളോ അല്ലെങ്കിൽ അതിപ്രാചീനമായ നാഗരികതകൾ ജന്മം നൽകിയ അറിവും ആശയങ്ങളുമോ ഒക്കെ തവിടുപൊടിയാക്കി സാർവത്രികമായ തങ്ങളുടെ ഒരു ജീവിതക്രമത്തെ മനുഷ്യനുമേൽ അടിച്ചേൽപ്പിക്കുന്ന അങ്ങേയറ്റത്തെ കടന്നാക്രമണത്തിന്റെ സ്വഭാവം ലോകമെമ്പാടും മൂലധന ശക്തികളും സാമ്രാജ്യത്വവും പ്രകടിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം നിലനിൽക്കുന്നത്. അങ്ങനെ സവിശേഷമായ നിലയിൽ സാമ്രാജ്യത്വം നമ്മെ വലയം ചെയ്യുകയും പക്ഷെ അപ്പോഴും ഈ സാമ്രാജ്യ അധിനിവേശത്തിന്റെ പ്രകൃതത്തെക്കുറിച്ച് ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കാലത്തെ വലയം ചെയ്യുന്ന ഇരുട്ടിനെ കുറിച്ച് ഓർക്കാൻ നാം നിർബന്ധിതരായി തീരുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കുള്ളത്. ആ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് കൂടുതൽ ഓർമ്മയിലേക്ക് നമ്മുടെ അടിസ്ഥാന നീതിയെക്കുറിച്ചുള്ള ബോധ്യങ്ങളെ കൂടുതൽ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ ഒരു പുസ്തകം നമ്മെ സഹായിക്കും. നമ്മുടെ കാലത്തിൻ്റെ വലിയൊരു സമരായുധമായിട്ട് ഈ പുസ്തകത്തിലെ ആശയങ്ങളെ ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു കാര്യം കൂടി ഇവിടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം പുസ്തകങ്ങൾ താരതമ്യേന വായനാക്ഷമത കുറഞ്ഞ പുസ്തകങ്ങളായിട്ട് പലപ്പോഴും അനുഭവപ്പെടും. ഇവിടെ ഇതിൻ്റെ വിവർത്തനം വളരെ മനോഹരമായി, വളരെ ലഘുവായി, വളരെ സുതാര്യമായി ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നമുക്ക് തടസ്സങ്ങളില്ലാതെ വായിച്ചു പോകാൻ കഴിയുന്ന, പ്രത്യേകിച്ചും ലാറ്റിൻ അമേരിക്കൻ അനുഭവത്തെ മുൻനിർത്തി എഴുതപ്പെട്ട രചനകളാണ് എന്നതുകൊണ്ട് തന്നെ നമുക്ക് നേർക്കുനേരെ പരിചയമുള്ള അനുഭവങ്ങളല്ല അതിൽ പലതും എന്നതുകൊണ്ട് നമുക്ക് വായനാക്ഷമത കുറയാൻ വകയുള്ള ഒന്നാണ് ഈ പുസ്തകം. പക്ഷെ അങ്ങനെ വായനാക്ഷമത കുറയാതെ സുതാര്യമായൊരു ഭാഷയിൽ നമ്മുടെ അടിസ്ഥാന ബഹുജന വിദ്യാഭ്യാസത്തിന് ഉതകുന്ന ഒരു ഭാഷയിലും ശൈലിയിലും ഇത് വിവർത്തനം ചെയ്തിട്ടുണ്ട്. വിവർത്തനം ചെയ്ത വേണുഗോപാലിനെ ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഈ പുസ്തകത്തെ അതിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കാനും പ്രചരിപ്പിക്കാനും നമ്മുടെ സമരബോധത്തെ ദീപ്തമാക്കാനും ഉപയോഗപ്പെടുത്തണമെന്ന് ഏവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.